നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് കണ്ടെത്തിയത് മാരക പ്രഹരശേഷിയുള്ള ബോംബുകളെന്ന് പ്രോസിക്യൂഷൻ. പലതും പരസ്യമാക്കാനാകില്ല. നിർഭയ സംഭവം ആവർത്തിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കൈയുള്ളതുകൊണ്ട് നടിയുടെ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുതെന്നും പ്രോസിക്യൂഷൻ. റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കേസിൽ കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തു. സ്ത്രീ പീഡന പരാതിയിൽ അറസ്റ്റിലായ എം വിൻസെന്റ് MLA ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യ ഹർജിയിൽ വിധി നാളെ. പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന് വിൻസെന്റ്. കേസിൽ CPM നേതാക്കൾ ഗൂഢാലോചന നടത്തി. വിൻസെന്റ് രാജിവെക്കണമെന്ന മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം KPCC തള്ളി. ലോക അത്ലറ്റിക് മീറ്റിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാർ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി. അത്ലറ്റിക് ഫെഡറേഷനും സെലക്ഷൻ കമ്മിറ്റിക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. കേന്ദ്രവും വിശദീകരണം തേടി. മോശം പ്രകടനം ആരോപിച്ച് ഒഴിവാക്കുമ്പോൾ മലയാളി സെലക്ടർമാർ മിണ്ടിയില്ല. PT ഉഷയോട് അന്വേഷിക്കുമെന്ന് കായിക മന്ത്രി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപിന്റെ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആതിര അഗസ്റ്റിൻ ഞങ്ങളുടെ പ്രതിനിധി ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. ആതിര, കേസിൽ ഇനിയും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണം നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ വേണമല്ലോ കാവ്യ മാധവനെ ചോദ്യം ചെയ്ത സംഭവത്തെ കൂടി കാണാൻ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ആതിര? ഗോപികൃഷ്ണൻ, ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രധാന സാക്ഷിയായ കാവ്യ മാധവനെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചന നൽകിയിരുന്നു. കാവ്യ മാധവനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരം നമുക്ക് സൂചന നൽകിയിരുന്നു. ഇന്ന് ആലുവയിലുള്ള ദിലീപിന്റെ തറവാട്ട് വീട്ടിൽ വെച്ചാണ് കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. വീട്ടിലെത്തി നേരിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു കെ പൗലോസും ഒപ്പം ക്രൈംബ്രാഞ്ച് DYSP K സുദർശനും ആലുവ പോലീസ് ക്ലബിൽ എത്തിയിട്ടുണ്ട്. ADGP B സന്ധ്യയുമായി ഇവർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. കേസിൽ മുന്നോട്ടുള്ള ഒരു പുരോഗതി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കാവ്യ മാധവന്റെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി നൽകിയ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസിന് അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൽ പോലീസ് നടത്തിയിട്ടുണ്ടാവുക. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ, അന്വേഷണ ഘട്ടത്തിൽ തന്നെ കാവ്യ മാധവനെയും കാവ്യയുടെ അമ്മയെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഒരു നിർണായക ഘട്ടത്തിലാണ് ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഒരു സന്ദർഭത്തിൽ ഈ ചോദ്യം ചെയ്യലെല്ലാം കാവ്യയിലേക്ക് കൂടി നീളുമെന്ന്. കാവ്യ മാധവനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ ചെയ്തത് എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ? എത്രത്തോളം ഗൗരവത്തോടു കൂടി വേണം ഇതിനെ കാണാൻ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോലീസിന് കണ്ടെത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന ഫോൺ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കേസിന്റെ ആവശ്യത്തിന് അത് അത്യന്താപേക്ഷിതവുമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ഫോൺ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പൾസർ സുനി എന്തുകൊണ്ട് ഇത് ലക്ഷ്യയിൽ എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാവ്യ മാധവനിലേക്കും അന്വേഷണം നീളും എന്ന് തന്നെ നേരത്തെ നമുക്ക് പല വഴികളിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പക്ഷേ വൈകി എന്ന് മാത്രം. കാരണം ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻപ് പൾസർ സുനിയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പൾസർ സുനി പറഞ്ഞത് സ്രാവുകൾക്കൊപ്പം നീന്തുകയാണെന്നാണ്. ഇന്നിപ്പോൾ പൾസർ സുനി പറയുന്നത് കൂടുതൽ സ്രാവുകൾ വഴിയെ വരാൻ പോകുന്നു, കുടുങ്ങാൻ പോകുന്നു എന്നാണ്. മുൻപൊരിക്കൽ ഇതേപോലെ മാധ്യമങ്ങളോട് പറഞ്ഞു ആലുവയിലെ VIP ചോദിച്ചാൽ മതി, ആലുവ ജയിലിലെ VIP ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാമെന്ന്. ഇന്ന് പൾസർ സുനി പറഞ്ഞത് കൂടുതൽ സ്രാവുകൾ വഴിയെ വരുമെന്നാണ്. അതിനെ കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും പേരുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ നേരത്തെ പോലീസ് നൽകിയിരുന്നു.
അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇതിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാകുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. കൂട്ടുപ്രതികൾ ഉണ്ടാകും എന്നൊരു സൂചന നേരത്തെ നൽകിയിരുന്നു. പക്ഷേ പൾസർ സുനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസൊന്നും നടന്നിരുന്നു. അതേ തുടർന്നാണ് ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം അതോടൊപ്പം തന്നെ നാദിർഷയെയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നു. ഒപ്പം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്ത്രീയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ അതായിരിക്കണം ഇനി പോലീസിന് തെളിയിക്കേണ്ട ഏറ്റവും അടുത്ത കാര്യം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ഈ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന ഫോൺ കണ്ടെടുക്കുക. മറ്റൊന്ന്, ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ പറയുന്ന പൾസർ സുനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാഡത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നത് തെളിയിക്കപ്പെടുക. ഈ രണ്ട് കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇനി ഏറ്റവും അടുത്ത് തെളിയിക്കാനുള്ളത്. ഈ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ വരികയാണെങ്കിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ശേഖരിക്കാൻ ശ്രമിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ നിലവിൽ എല്ലാ ആളുകളെയും ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതുപ്രകാരം തന്നെയാണ് ഇന്ന് കാവ്യ മാധവനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഒരു സ്ത്രീയുടെ മൊഴി എടുക്കണമെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് പോയി അവരെ ചോദ്യം ചെയ്യേണ്ടയോ അല്ലെങ്കിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് നേരിട്ട് പോലീസ് ക്ലബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാകില്ല. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ കാവ്യ മാധവന്റെ ദിലീപിന്റെ തറവാട് വീടായ ആലുവയിലെ വീട്ടിലെത്തിയാണ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കാവ്യ മാധവനെ ചോദ്യം ചെയ്തിരിക്കുന്ന ഒരുപക്ഷെ ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവിൽ വെച്ചാണ് വീണ്ടും കൂടുതൽ പ്രമുഖരെ ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതൽ പേർ കുടുങ്ങാനിരിക്കുന്നു എന്നതാണ്. ഗൂഢാലോചനയിൽ ആരൊക്കെ കണ്ണികളായി എന്നതിൽ ഗൗരവമേറിയ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം കാവ്യ മാധവന്റെ ഇന്നത്തെ പോലീസിന്റെ ചോദ്യം ചെയ്യലെ നമ്മൾ മനസ്സിലാക്കാനെന്നാണ് ആതിര വി അഗസ്റ്റിൻ, ഞങ്ങളുടെ പ്രതിനിധി, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയും മറ്റ് കോടതി നടപടിക്രമങ്ങളും രഹസ്യമായി നടത്തണമെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയെ ബോധിപ്പിച്ചു. ഡൽഹിയിലെ നിർഭയ കേസ് പോലെ അതീവ ദാരുണമാകുമായിരുന്ന സംഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ കൈയുള്ളത് മാത്രമാണ് നടി രക്ഷപ്പെട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ കാര്യങ്ങൾ വലിയ പ്രഹരശേഷിയുള്ള ബോംബാണെന്നും അഡ്വക്കേറ്റ് എ സുരേശൻ കോടതിയെ ഇന്ന് അറിയിച്ചു. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേശൻ ഗൗരവമുള്ള വിഷയങ്ങൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ വെച്ചത്. ആക്രമിക്കപ്പെട്ട നടി 164 വകുപ്പ് പ്രകാരം നൽകിയ മൊഴി വേണമെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ നിർണായക വാദങ്ങൾ നിരത്തിയത്. നടി നൽകിയിരിക്കുന്ന വിവരങ്ങൾ തുറന്ന കോടതിയിൽ പറയാനാകില്ല. സംസ്ഥാനത്തെ സ്ത്രീകളുടെ അഭിമാനവും സുരക്ഷിതത്വവും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതിനാൽ കോടതിയുടെ മുൻപിൽ വെച്ചല്ലാതെ നടിയുടെ രഹസ്യമൊഴി പരിശോധിക്കാൻ അനുവദിക്കരുത്. അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ അതീവ പ്രകടശേഷിയുള്ളതാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രമാത്രം നന്നായിട്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും ഇതിലെ സാക്ഷികളൊക്കെ സംരക്ഷിക്കുന്നതിന് താല്പര്യമെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ ഇപ്പോൾ പ്രതിക്ക് കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഒബ്ജക്ഷൻ ഉണ്ട്. നിർഭയ കേസിലെ പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലുള്ള അനിഷ്ടങ്ങൾ നടക്കാതെ പോയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇത്രയും നീചമായ കൃത്യത്തെ നിസ്സാരവൽക്കരിക്കാൻ പ്രതിഭാഗത്തിന് എങ്ങനെ കഴിയുന്നുവെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു. ലിജോ വർഗീസ്, മീഡിയ 1, കൊച്ചി. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഇന്നലെ നടത്തിയ പരാമർശങ്ങളും ഇന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ നിരത്തിയ അഭിപ്രായ പ്രകടനങ്ങളും കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിലീപിന് മേൽ സംശയം ബലപ്പെടുത്തുകയാണോ എന്നാണോ? ഇന്ന് ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്ന എന്നോടൊപ്പം റിട്ടയേർഡ് SP ശ്രീ ജോർജ് ജോസഫ് ഉണ്ടാകും തിരുവനന്തപുരത്ത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിക്കാൻ. സംവിധായകൻ MA നിഷാദ് കൊച്ചിയിൽ, നിയമവിദഗ്ധർ അഡ്വക്കേറ്റ് അജിത് കുമാറും അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണനും കൊച്ചിയിൽ തന്നെ ഉണ്ടാകും. നിർമ്മാതാവ് സജി നന്ദിയാട്ട് ടെലിഫോൺ ലൈനിലും ഉണ്ടാകും ഈ ചർച്ചയിൽ ഉടനീളം. ശ്രീ ജോർജ് ജോസഫ്, ഇന്ന് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിവരിച്ച ചില കാര്യങ്ങളുണ്ട്. ഡൽഹിയിലെ നിർഭയ സംഭവത്തെക്കാൾ പ്രഹരശേഷിയുള്ള തെളിവുകൾ ഈ കേസിൽ ഉണ്ടെന്നതാണ് ഒന്നാമത്തെ കാര്യം. നടിയുടെ രഹസ്യമൊഴി അടക്കം പല നിർണായകമായ തെളിവുകളും ഉണ്ട്. ഒരു ഓപ്പൺ കോർട്ടിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിചാരണ നടത്താൻ പാടില്ല. വളരെ വളരെ നിർണായകവും അതീവ പ്രഹരശേഷിയുള്ളതുമായ ഒട്ടനവധി വിവരങ്ങൾ പോലീസിന്റെ കൈവശം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഉള്ളതല്ല ഈ അറസ്റ്റ് എന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞത്.
ആ നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിനകത്ത് ആ വിക്ടീമിൻ്റെ അതുപോലെ ചില മൊഴികൾ, ചില 164 സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം ഈ കേസിനോടനുബന്ധിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പ്രതിഭാഗത്തിന് ആർക്കും ഇന്ന് കാണാൻ അതിനുള്ള അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് കാണുന്നത് കുറ്റച്ചാർജ് കൊടുത്ത ശേഷം കണ്ടാൽ മതി. അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കാനുള്ള ചില പഴുതുകൾ അല്ല ചില മാർഗങ്ങൾ അതിനകത്തുണ്ട്. ആ മൊഴി വായിച്ചാൽ അത് അന്വേഷണം വേറൊരു വഴിക്കൂടി തിരിച്ചുവിടാൻ പ്രതിഭാഗത്തിന് സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള റെക്കോർഡുകൾ കോടതിയിൽ നിന്ന് ഇപ്പം പ്രതിഭാഗത്തിന് അർഹത ഉള്ള റെക്കോർഡുകളാണെങ്കിലും കാണാൻ അവർക്ക് അർഹതയുള്ള റെക്കോർഡാണെങ്കിലും അത് കുറ്റച്ചാർജിനൊപ്പം ഇങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം പ്രതിഭാഗത്തിന് കൊടുക്കും. അതുവരെ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. അത് കേസിൻ്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേസ് ഡയറിയിൽ വളരെയധികം വിവരങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോടതിയിൽ ഇതുവരെ ആർഗ്യുമെൻ്റ് സമയത്ത് പ്രോസിക്യൂഷൻ വാദിച്ച പല കാര്യങ്ങളും അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള പ്രഹരശേഷിയുള്ള സാധനങ്ങൾ കേസ് ഡയറിയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ലോവർ കോടതിയും ഹൈക്കോടതിയും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയും വളരെയധികം ദൂരെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ വളരെ പർട്ടിക്കുലറായിട്ട് താങ്കളോട് ഈ കാര്യം ചോദിക്കാൻ കാരണം തുടക്കത്തിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, താങ്കളും ഈ വിഷയത്തിൽ വിവിധ ചാനലുകളിൽ പലതരത്തിലുള്ള സംവാദങ്ങളുടെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, മറുഭാഗത്ത് നിന്ന് എപ്പോഴും ഉയർന്നിരുന്നൊരു വാദം ഇതൊരു ഗൂഢാലോചന കേസാണ്, കേരള പോലീസിന്റെ കയ്യിൽ മതിയായ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ജാമ്യം നേടി ദിലീപ് പുറത്തേക്ക് വരും, ഇതൊന്നും പ്രൂവ് ചെയ്യാനുള്ള ഈ ഗൂഢാലോചനയുടെ കണ്ണി ചേർത്ത് ഈ കാര്യങ്ങൾ താഴെത്തട്ട് മുതൽ മുഴുവൻ കാര്യങ്ങളും പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളുടെ അഭാവം കേരള പോലീസിനെ അലട്ടുന്നുണ്ട് എന്നെല്ലാമുള്ള വാദഗതികൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, വളരെ സോളിഡ് ആയിട്ടുള്ള ചില എവിഡൻസുകൾ കേരള പോലീസിന്റെ കൈവശം ഉണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ് ഈ അറസ്റ്റെന്നും ഇനിയും കൂടുതൽ പേരെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും അന്വേഷണം തന്നെ നടത്തുകയും അങ്ങനെ ഇതിന്റെ ഓരോരോ കണ്ണികളെയും വേർതിരിച്ചെടുത്ത് ഇതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുമുള്ള പോലീസിന്റെ ഭാഗത്തുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രകടനം കൂടിയായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ചാനലിൽ പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില വൈറ്റലായ കോൺസ്പിറസിയിലേക്ക് അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിലേക്ക് പോകുന്ന ചില കാര്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് ഇപ്പം വെളിവാക്കുന്നത് ശരിയല്ല, അത് പോലീസും വെളിവാക്കത്തില്ല. നമുക്ക് ഈ കേസിൻ്റെ പുരോഗതിയിൽ നിന്നും ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്കൊരു 5-6 അറസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, 5-6 അറസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവും. എങ്കിലേ ഈ കേസിൻ്റെ ആ ഗൂഢാലോചനയിൽ ഇതിനകത്ത് ഇപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഈ കേസിൻ്റെ ഈ കൊട്ടേഷൻ കൊടുത്ത വിവരം ദിലീപിനല്ലാതെ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ചില ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 4 അറസ്റ്റ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ 6-7 അറസ്റ്റിലോട്ട് പോവും. ഇനി ഈ പൾസർ സുനി ഇന്ന് ചേർത്തല കോടതി ചെന്നപ്പം ഫ്രീ ആയിട്ട് മാധ്യമക്കാർക്ക് പൾസർ സുനിയെ കാണാൻ പറ്റി. അപ്പം പൾസർ സുനി പറഞ്ഞു, ഇനി സ്രാവുകൾ ഇതുവരെ കുടുങ്ങിയില്ല, അതിലേക്കുള്ള വെടിമരുന്ന് എൻ്റെ കയ്യിലുണ്ട്, അതിലേക്ക് എത്തുന്ന കാര്യം എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത 2 പേരും ഞാനത് തീർച്ച പറഞ്ഞില്ല എങ്കിലും ഒരു ലേഡി ഉൾപ്പെടെ 2 പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടും. മൊത്തം 6 പേരെ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിലേ ഒരു അന്വേഷണത്തിന്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ പോലീസ്. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഒരുപക്ഷെ കുറെ കൂടി വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത്ര ധീരമായി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ല, അത് നമുക്ക് അവരുടെ കേസ് ഡയറിയ പോലീസ് ഉദ്യോഗസ്ഥനൊന്നും ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ വിക്ടീമിനെ ആ മാർട്ടീന് ഒരു നടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി, അത് ഈ വിക്ടീം പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനവിടെ കൊണ്ടുപോയി? അപ്പോൾ ഇത് അവിടെ പി ടി തോമസ് അതുപോലുള്ള ആൾക്കാർ
അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല. ഇൻ്റർസെപ്ഷൻ സമയത്ത് ആ പൾസറിൻ്റെ മുഖംമൂടി അല്പം മാറിയപ്പം വിക്ടീമിന് മനസ്സിലായി ഈ കണ്ണ് നോക്കിയിട്ട് വിക്ടീം പറഞ്ഞിട്ടുണ്ട്, ഇത് പരിചയമുള്ള മുഖമാണല്ലോ, നിങ്ങൾ ഗോവയിൽ വന്ന ആളല്ലേ, അതോടെ പദ്ധതിയും പ്ലാനും പൊളിഞ്ഞു. അല്ലെങ്കിൽ ഇത് ആരും അറിയത്തില്ല, ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് അറിയാൻ പോകുന്നില്ലായിരുന്നു. അത് കൃത്യമായിട്ട് അയാളുടെ മുഖം കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതോടുകൂടി കഥ പൊളിഞ്ഞു. അല്ലെങ്കിൽ ഇത് അറിയില്ല വെളിയിൽ. അതുപോലെ തന്നെ ആ സിദ്ദിഖ് ലാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് എന്തിന്? അപ്പോൾ ഇതിനകത്ത് പോലീസിന് എൻ്റെ ഒരു ധാരണ വളരെ വൈറ്റലായിട്ടുള്ള ചില ഫോൺ കോളുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് 3-4 ഫോൺ കോൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ 6 ഫോണുണ്ട്. അത് വളരെ വൈറ്റലാണ്. അത് ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടുകൂടി ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെയധികം സ്വാധീന ശക്തിയുള്ള, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 5-6 പേര് ഇപ്പോൾ ഉടനെ ഒരാഴ്ചയ്ക്കാവും. കാരണം വളരെ ഫാസ്റ്റായിട്ട് കോടതിയിൽ ഈ ചാർജ് ഷീറ്റ് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോലീസിന് വളരെ ക്വിക്കായിട്ട് നീങ്ങിയേ പറ്റുള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നിലയിൽ ഈ അന്വേഷണത്തിന് വേണ്ട അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ രീതികൾ സംബന്ധിച്ചിട്ടുള്ള കുറെ കൂടി വ്യക്തമായ വിവരങ്ങൾ താങ്കളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഒരുപക്ഷെ ഈ സമയങ്ങളിൽ അത്രയും, ഈ ദിവസങ്ങളിൽ അത്രയും നമ്മൾ കണ്ടത്, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അത് ദിലീപാണോ, ദിലീപ് തന്നെ അതിൽ ആ ഗൂഢാലോചനയുടെ നിർണായക ഭാഗമായി നിൽക്കുകയായിരുന്നോ, അതല്ല പലതവണ അയാൾ സ്വയം പറഞ്ഞതുപോലെ ഞാൻ നിരപരാധിയാണ് എന്ന ഭാഗത്തിൽ ഒരു ഹാഫ് സെന്റിമെന്റ്സ് ദിലീപിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കോടതിയുടെ ഇന്നലത്തെ ജാമ്യം നിരസിച്ചുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ. പക്ഷേ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ, ക്രൂരവും പൈശാചികവുമായ ഒരു കുറ്റകൃത്യം സമൂഹ മനസാക്ഷിയെ എന്ന കോടതിയുടെ അഭിപ്രായ പ്രകടനവും, ഒരു സ്ത്രീയോട് പകപോക്കാൻ ലൈംഗികാതിക്രമത്തിന് ക്രിമിനലുകളെ നിയോഗിച്ച വേറിട്ട കേസാണിത് എന്നതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായ ആസൂത്രണവും അതിക്രൂരമായ നടത്തിപ്പ് രീതിയും പരിഗണിക്കുമ്പോൾ ഇത്തരം കേസുകളിലെ ജാമ്യ ഹർജികളിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി തീരുമാനമെടുക്കണം എന്ന് കോടതി പറഞ്ഞതോടെ ദിലീപിന് മേലുള്ള സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്നത്, നിർഭയ സംഭവത്തിന്റെ അതേ മാതൃകയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ അപകടകരമായ രീതിയിൽ, അതിനേക്കാൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഈ സംഭവങ്ങളെല്ലാം കൈവിട്ടു പോയേനെ ദൈവത്തിന്റെ കൈ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ നിർണായകമായ തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. നിയമജ്ഞൻ എന്ന നിലയിൽ, നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഏത് നിലയ്ക്കാണ് ഇത് കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നത്? എത്രത്തോളം നിർണായകമാണ് ഇന്നലെ ജാമ്യം നിരസിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാടും? അല്ല, ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് പുറത്തു വിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കോടതി നോക്കേണ്ടത് എല്ലാം കോടതി നോക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് കേസ് ഡയറി മുഴുവൻ വാങ്ങിച്ച് അത് മൊത്തം പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് പ്രഥമ ദൃഷ്ട്യ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനുള്ള രേഖകളും അതിൻ്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തിയതിന് ശേഷമാണ് ഇയാളെ പുറത്തു വിടുകയാണെങ്കിൽ, ജാമ്യം കൊടുത്ത് പുറത്തു വിടുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ മെറിറ്റ് ഉള്ളത് കൊണ്ടാണ് കോടതി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു അയാൾ കുറ്റം ആരോപിതനായിട്ടുള്ള ആൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് കളക്ട് ചെയ്ത എവിഡൻസിൽ കോടതി വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നുകൂടി അതിനർത്ഥമില്ലേ? തീർച്ചയായിട്ടും ആ സ്റ്റേജിന് വേണ്ടി, അതായത് അയാൾ ജാമ്യം കൊടുത്ത് പുറത്തു വിടണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി അത് വേണ്ടി മാത്രം. അല്ല, അങ്ങനെ മാത്രമാണോ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ? കാരണം ഇതൊരു ഗൂഢാലോചന കുറ്റമാണ്. ഗൂഢാലോചന കേസുകൾ തെളിയിക്കപ്പെടുന്നത് ദുർലഭമാണ്. ഇപ്പോൾ ഈ കാണുന്നതൊന്നും അങ്ങനെ ഗൂഢാലോചന തെളിയിക്കാൻ പോന്നിട്ടുള്ള തെളിവുകളല്ല എന്നെല്ലാം കേരള പോലീസ് സ്വരൂപിച്ചെടുത്ത തെളിവുകളെ അപഹസിച്ചുകൊണ്ട് നിലപാടെടുത്തവരുണ്ടായിരുന്നു. അപ്പോഴും ഇതല്ല ഈ കേസിൽ പോലീസ് എടുത്തിട്ടുള്ള, പോലീസിന്റെ കൈവശമുള്ള തെളിവുകളും രേഖകളും ഒക്കെ നിർണായകം തന്നെയാണ്.
സംശയത്തിന് അതീതമായി ഇക്കാര്യത്തിൽ കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതിന് പുറത്തിറങ്ങിയാൽ ദിലീപിന്റെ സ്വാധീനം ഒരുപക്ഷെ തടസ്സമാകും എന്ന് കോടതി ശരിവെക്കുകയല്ലേ ഇന്നലെ ചെയ്തത്? അല്ല, അത് ആ തെളിവുകളുടെ ഇതുവരെ സംഭരിച്ച തെളിവുകളുടെ മാറ്റുരയ്ക്കൽ നടക്കാൻ പോകുന്നത് ട്രയൽ സമയത്താണ്, വിചാരണ സമയത്താണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കണക്റ്റിംഗ് ലിങ്ക്സ് ഇനി അവർക്ക് ഒരുപാട് കിട്ടാനുണ്ട്. ഉദാഹരണത്തിന് ഇത് റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി അതിനകത്ത് നിന്ന് കിട്ടാനുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് മതി. അതായത് ജാമ്യം പരിഗണിക്കുമ്പം ഇത്രയൊക്കെ മതി. കുറച്ച് വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ അയാൾ കുറ്റക്കാരനാണെന്ന് കാണുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പോലീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ തെളിവ് കംപ്ലീറ്റ് ആവണം, ആ ചെയിൻ കംപ്ലീറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ഇനി നിർണായകമായിട്ടുള്ള പല തെളിവുകളും ഇനി പോലീസിന് തന്നെ കളക്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കിപ്പം അതിൻ്റെ ഈ തെളിവുകളുടെ പിന്നെ കംപ്ലീറ്റ് ഒരു വേ ചെയ്ത് നോക്കാൻ ഇപ്പം പറ്റുന്ന സമയമല്ല. അല്ല, എൻ്റെ ചോദ്യം, ദിലീപിന് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ പങ്കുള്ളതിന് തെളിവുണ്ട് എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത്? എന്ന് തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അജിത് കുമാർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അഡ്വക്കേറ്റ് അജിത് കുമാർ, ഇതേ വിഷയം മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ താങ്കൾ സ്വീകരിച്ച നിലപാട്, താങ്കൾ അന്ന് പറഞ്ഞു ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്നതുകൊണ്ടോ ടവർ ലൊക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടോ ഫോട്ടോയുടെ പിന്നാമ്പുറത്ത് പൾസർ സുനിയുടെ മുഖം കണ്ടതുകൊണ്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പോലീസ് വെറുതെ പറഞ്ഞതുകൊണ്ടോ ഒന്നും നിലനിൽക്കാൻ പോകുന്ന ഒരു കേസല്ല ഇത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ പോലൊരാൾ പാട്ടും പാടി ഇറങ്ങി വരാൻ കഴിയും എന്നാണ് അന്ന് താങ്കൾ ഒരു നിലപാടെടുത്തത്. ആ നിലപാട് ഇന്നലത്തെ ഹൈക്കോടതിയുടെ പരാമർശത്തോടെ ഇന്ന് പ്രോസിക്യൂഷൻ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നടത്തിയിട്ടുള്ള നിലപാടിലൂടെ മാറിക്കഴിഞ്ഞു. ഹലോ അഡ്വക്കേറ്റ് അജിത് കുമാർ, താങ്കൾ കേൾക്കുന്നുണ്ടോ എന്നെ? യെസ്. ഹലോ, കേൾക്കാമോ? താങ്കളോടാണ് ഞാൻ ചോദിച്ചത്, പറഞ്ഞോളൂ. ഓക്കെ. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന പാനലിലുള്ള പലർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഈ കേസിനകത്ത് ഇപ്പം ഇതിനകത്ത് ഇതുവരെ വന്നിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത് പോലീസ് കോടതിയിൽ പറഞ്ഞതും പുറത്തു വന്നതുമായിട്ടുള്ള മാറ്റർ, അഡ്മിസിബിൾ ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ വേറെ ഇതിനകത്ത് അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് വന്നതായിട്ട് ഞാൻ കണ്ടില്ല. മഞ്ജു വാര്യരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. കാവ്യമാധവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. പിന്നെ ഈ പൾസർ സുനി കൊടുത്തു എന്ന് പറയുന്നൊരു മൊഴി അത് എങ്ങനെ അഡ്മിസിബിൾ ആവും? അത് അഡ്മിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള ഏതെങ്കിലും മാർഗത്തിൽ കൂടെ പോലീസ് സഞ്ചരിക്കുന്നുണ്ടോ, അതിനെന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് 164 സ്റ്റേറ്റ്മെന്റോ സർ? ആരുടെ ആരുടെ സ്റ്റേറ്റ്മെന്റ്? നടിയുടെ രഹസ്യമൊഴി അടക്കമുള്ള പല നിർണായകമായ തെളിവുകളും ഈ കേസിലുണ്ട്. അല്ല, അത് നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞല്ലോ. ആ നടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. നടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് നമ്മളാരും കണ്ടിട്ടുമില്ല. പുറത്ത് വന്നിട്ടില്ല. അപ്പം നടിയുടെ 164 സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ ഗൂഢാലോചനയെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം 164 സ്റ്റേറ്റ്മെന്റ് പ്രതിഭാഗത്തിന് കൊടുക്കാനോ അത് പബ്ലിക്കാക്കാനോ ആ പോലീസിന് അധികാരമില്ല. കുറ്റച്ചാർജ് കൊടുക്കുമ്പോൾ മാത്രമേ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി പ്രതിഭാഗത്തിന് കൊടുക്കാനായിട്ട് പോലീസിന് അവകാശമുള്ളൂ. അപ്പോൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് കുറ്റച്ചാർജ് വരുന്നത് വരെ എന്താണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. 164 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇവരെ ഇത്തരത്തിലൊരു അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന ദിലീപ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, ആ രീതിയിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി സ്ഥിരീകരണമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ്. അതെ, താങ്കൾ പറയുന്നത് ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ചില വ്യക്തത വേണം. അതൊക്കെ ശരിയാണെന്നിരിക്കെ കോടതിയിൽ മുന്നിൽ കൊടുത്തിട്ടുള്ള കേസ് ഡയറി ഓരോ വരിയും സൂക്ഷ്മമായി പഠിച്ച് ആ കാര്യങ്ങൾ വിലയിരുത്തി 164 സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഏതൊക്കെ നിലയിലാണ് ഈ നിഗമനങ്ങളിൽ എത്തിയതെന്നും എങ്ങനെയാണ് അറസ്റ്റ് നടന്നതും എന്നതിന്റെ മുഴുവൻ രേഖകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കേസ് ഡയറിയിൽ അതിസൂക്ഷ്മമായി പഠിച്ച് വിശകലനം ചെയ്ത ശേഷമായിരിക്കുമല്ലോ അഡ്വക്കേറ്റ് അജിത് കുമാർ ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ നടത്തിയത്. അതിനെ
നമ്മൾ അംഗീകരിക്കണ്ടേ? ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ജാമ്യോത്തരവിന്റെ പകർപ്പ് ഞാൻ വായിച്ചു നോക്കി പൂർണ്ണമായിട്ട്. അതിനകത്ത് അദ്ദേഹം കേസ് ഡയറി വായിച്ചു എന്നല്ലാതെ കേസ് ഡയറിയിൽ ഇന്ന മാറ്റർ പെൻഡിങ്, ഇന്ന എവിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ 164 സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, പെൺകുട്ടിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോയിന്റിൽ എവിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി ആ ബെയിൽ ഓർഡറിൽ ഒരിടത്തും പരാമർശമില്ല. അല്ല, അത് പറയേണ്ട അങ്ങനെ പരാമർശം ഇല്ലാത്ത സ്ഥിതിക്ക് അത് കോടതിക്ക് പറയേണ്ട ആവശ്യമില്ല. അത് പരാമർശം ഇല്ലാത്ത സ്ഥിതിക്ക് 164 സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത്തരത്തിലൊരു കാര്യമുണ്ട് എന്നുള്ള ഒരു അസംഷനിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. ദിലീപിന്റെ പങ്കിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണല്ലോ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ദിലീപിന്റെ പങ്കിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷെ ആരോപണത്തിൽ കഴമ്പുണ്ടതിൽ ഇന്ന മെറ്റീരിയൽ ഉണ്ട്, ഇന്ന മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ കേസ് ഡയറിയിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ഓർഡറിൽ നിന്നും വ്യക്തമല്ല. അങ്ങനെ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അതിനകത്ത് ഇന്ന തെളിവ് ഉണ്ട്, ആ തെളിവ് പ്രബലമായ തെളിവാണ് എന്ന് ഒരു അഭിഭാഷകനായ ഞാൻ പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ശരി, ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ ഒരു മുതിർന്ന അഭിഭാഷകനാണല്ലോ അഡ്വക്കേറ്റ് അജിത് കുമാർ. താങ്കൾക്കറിയാം, കോടതി ഇതുപോലെയുള്ള ഗൂഢാലോചന കേസുകളിൽ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന്. മുതിർന്ന അഭിഭാഷകൻ എന്ന നിലയിലും നിയമവിദഗ്ധൻ എന്ന നിലയിലും താങ്കൾക്ക് നന്നായി അറിയാം ഇന്നലെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന്. താങ്കൾക്ക് നന്നായി അറിയാമായിരിക്കും ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ ദിലീപിന് മേലുള്ള സംശയത്തെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നുവെന്ന്. താങ്കൾക്ക് ഒരുപക്ഷെ വളരെ നന്നായി അറിയാമായിരിക്കും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് ചെല്ലുമ്പോഴും ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾ സുപ്രധാനമാണ്, നിർണായകമാണ് എന്ന്. ഒരു ജാമ്യാപേക്ഷ ഹലോ പറഞ്ഞോളൂ. ഹലോ, ഞങ്ങളെല്ലാം താങ്കളെ കേൾക്കുകയാണ്. ഒരു ജാമ്യാപേക്ഷ മേലെ ഒരു ഹൈക്കോടതിയോ ഒരു സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഒരു ട്രയൽ കോടതിയോ നടത്തുന്ന ഉത്തരവ് യാതൊരു കാരണവശാലും ട്രയലിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം. ശരി, ഞാൻ താങ്കളിലേക്ക് സംവിധായകൻ എം എ നിഷാദ് ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിഷാദ്, താങ്കൾ ക്ഷമിക്കണം. ഇത് ഒരു പോലീസ് അന്വേഷണത്തിന്റെ കാര്യങ്ങളും നിയമ പ്രശ്നങ്ങളുമായതുകൊണ്ടാണ് അഭിഭാഷകരിലേക്കും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനിലേക്കും ഒക്കെ കുറച്ചധികം സമയം എനിക്ക് പോകേണ്ടി വന്നത്. ശ്രീ എം എ നിഷാദ്, ചലച്ചിത്ര മേഖലയെ ഒന്നാകെ സംശയത്തിൽ നിർത്തുന്ന, നിങ്ങൾക്കിടയിൽ തന്നെ വലിയ കളങ്കമുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാവ്യ മാധവൻ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അതിലേക്കുള്ള സൂചനയാണ്. ഇനിയും ഒരുപാട് പേർ ഈ മേഖലയിൽ നിന്ന് ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്നവർ കുടുങ്ങാനുണ്ട് എന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ജോർജ് ജോസഫ് നടത്തിയ നിരീക്ഷണം അതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ്. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? ജോസഫ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പോലീസിൻ്റെ അന്വേഷണം വളരെ നല്ല ശരിയായ രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നു. ഈ കേസ് വളരെ സങ്കീർണമാവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ എന്നേക്കാളും നിയമത്തിന് പരിജ്ഞാനമുള്ളവർ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അജിത് കുമാർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ജാമ്യം കോടതി നിഷേധിച്ചത് 2 ദിവസം കേസ് ഡയറി മുഴുവൻ കോടതി പരിശോധിച്ച ശേഷം പ്രൈമാ ഫേഷ്യ ഇതിനകത്ത് കഴമ്പുണ്ട്, ഇത് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി നിരീക്ഷിച്ചതിന് ശേഷമാണ് ജാമ്യാപേക്ഷ തള്ളി ദിലീപിന് ജാമ്യം കൊടുക്കാത്തത്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കേസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിൽ ഒരു കളങ്കമാണ് അല്ലെങ്കിൽ ഒരു കറുത്ത അധ്യായമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ സിനിമാ രംഗം എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായി മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സത്യം മുഴുവൻ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതിന് പോലീസ് അതിൻ്റേതായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടും അന്വേഷണം ഒന്നിൽ തൊട്ട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു SP ആയിരുന്നു, അദ്ദേഹം അന്വേഷണം ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കെടുക്കാം. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് ഞാനും
അദ്ദേഹം പറഞ്ഞതുപോലെ യോജിച്ചുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വലിയ വിഷയത്തെ പോലീസും അതുപോലെ തന്നെ പോലീസിന് എല്ലാ പിന്തുണ നൽകുന്ന ആഭ്യന്തര വകുപ്പും കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം പ്രവണതകൾ ഇനി ഒരിക്കലും ഈ ഇൻഡസ്ട്രിയിലെന്നല്ല പൊതുസമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സന്ദേശം നൽകുക കൂടിയാണ് പോലീസും അധികാരികളും. ഇതിൻ്റെ അവസാനം എന്താണ് എന്നുള്ളത് വളരെ 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 ഇതായിട്ടാണ് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സജി, താങ്കൾ ടെലിഫോണിലുണ്ടോ? സജി നന്ദിയാട്ട്, താങ്കൾ ടെലിഫോണിലുണ്ടോ? ഉണ്ട്. താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സജി നന്ദിയാട്ട്, ഇവിടെ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ എടുത്ത നിലപാടും ഇന്നലെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളും ഒക്കെ തന്നെ ഈ കേസിൽ ഗൂഢാലോചനയിൽ ദിലീപിൻ്റെ പങ്കാളിത്തത്തെ ഒന്നുകൂടി, ആ സംശയത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞു. കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി തന്നെ അവരുടെ അടുത്ത സുഹൃത്തുക്കളോടായി പറഞ്ഞത്, പിന്നീട് പുറത്തു വന്നത്, ഈ കൊട്ടേഷൻ കൊടുത്തതിൽ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ്. ഒരു സ്ത്രീ ഉൾപ്പെടെ പ്രമുഖരായ മറ്റു പലരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് റിട്ടയേർഡ് എസ് പി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത്. ഈ സംഭവങ്ങളെ മുഴുവൻ നോക്കിക്കാണുമ്പോൾ ഈ വിഷയം സങ്കീർണമാകുന്നു എന്നതിനപ്പുറം ദിലീപിലേക്ക് ഈ കാര്യങ്ങൾ കുറെ കൂടി പോയിന്റഡ് ആകുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ല, അതിനകത്ത് ദിലീപിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണല്ലോ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോലീസ് കോടതിയെ ധരിപ്പിക്കുന്നുണ്ട്. ആ ധരിപ്പിക്കുന്നതനുസരിച്ചാണല്ലോ കോടതി അതിന്റെ കമന്റുകളും പറയുക. പക്ഷെ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടതി വിധി പ്രസ്താവിക്കുക. അപ്പൊ ദിലീപ് പ്രതിയാണ്, അത് പോലീസ് പറയുമ്പോൾ പ്രതിയാണ് അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയിൽ അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് പോലീസാണ്. പോലീസ് പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് കോടതിയിൽ അത് തെളിയിക്കപ്പെടുന്ന സമയത്താണ് പോലീസ് പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ അതിനോട് എൻക്ലോസ് ചെയ്യാനുള്ള തെളിവ് ഹാജരാക്കേണ്ടി വരുമല്ലോ. ആ സമയത്തല്ലേ നമുക്കിനി ഇതേക്കുറിച്ച് കുറ്റവാളിയാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അറിയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുവരെ കാത്തിരുന്ന് കാണുക എന്നുള്ള നയമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. കാത്തിരുന്ന് കാണുക എന്ന നയമാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകും. കാരണം പോലീസ് എന്തുകൊണ്ട് ദിലീപിന് ജാമ്യം കിട്ടാത്തത്? 120B ഉള്ളതുകൊണ്ടല്ലേ. 120B എന്ന് പറയുമ്പോൾ എന്താണ് ഗൂഢാലോചന തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അന്വേഷണം നടത്താനുണ്ട്. പല രേഖകളും പല തെളിവുകളും ശേഖരിക്കാനുണ്ടെന്ന് കോടതി പോലീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പറയുമ്പോൾ സ്വാഭാവികമായും കോടതി അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർക്കല്ലേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ. നമുക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നും ഉടൻ ജാമ്യം ലഭിക്കുക പ്രയാസകരമാണ്. അതൊരു ഹിമാലയൻ ടാസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പോലും ഇത്രയും വകുപ്പുകൾ ചാർത്തിയ ഒരു പ്രതിക്കെതിരെ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് സ്വാഭാവികമായ നിയമം അറിയാം, നിയമത്തിന്റെ ABCD അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോടതിയിൽ എന്തുകൊണ്ട് പൾസറിനിക്ക് ജാമ്യം ലഭിച്ചില്ല ഇതുവരെയായിട്ടും? 120B അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കോമായിട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൾസറിനിക്ക് ജാമ്യം കിട്ടാത്തത്. അതേ 120B ആണ് ദിലീപിനെതിരായി ചോദിച്ചിരിക്കുന്നത്. 376 വേറെയുണ്ട്. അതോടൊപ്പം തന്നെ ആ 120B തെളിയിക്കപ്പെടാൻ ഇനിയുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ പൾസറിനിപ്പോൾ തന്നെ ദിലീപിന് ജാമ്യം കിട്ടുക പ്രയാസകരമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇന്നലെ ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതൊക്കെ ശരി. ഇന്നലെ ഇപ്പോൾ ഈ കോടതി താങ്കൾ പറഞ്ഞു, പോലീസ് പറയുന്നത് ഈ ഗൂഢാലോചനയിൽ പങ്ക് തെളിയിക്കാൻ കൂടുതൽ സമയം വേണം. പോലീസ് പറഞ്ഞത് ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ കൂടുതൽ സമയം വേണമെന്നല്ല, ആ ഗൂഢാലോചനയിൽ മറ്റാരൊക്കെ പങ്കാളികളായിട്ടുണ്ടെന്ന കാര്യത്തിലും ആരുടെയൊക്കെ അറസ്റ്റും മറ്റും ഇനി രേഖപ്പെടുത്തണം എന്ന കാര്യത്തിൽ കൂടുതൽ സമയം വേണമെന്നാണ് പോലീസ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ ദിലീപിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ പാകത്തിലുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇനി താങ്കൾ പറഞ്ഞത് ശരിയാണ്, നീതിന്യായ സംവിധാനത്തിൽ അന്തിമമായ വിധി വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം, സാമാന്യ തത്വമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോലും ഈ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പറയട്ടെ. പക്ഷെ അതിനു മുൻപ് ഈ ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു ദിലീപ് അറസ്റ്റിലായി, അതുകൊണ്ട് തന്നെ പോയിന്റഡ് ആണല്ലോ എന്ന് പറയുന്നതിനപ്പുറം കുറെ കൂടി ഈ സംശയത്തെ ബലപ്പെടുത്തുന്നില്ലേ കോടതി കൂടി നിലപാട് സ്വീകരിക്കുമ്പോൾ? അല്ല, ജനപ്രിയനായ ദിലീപിനെ പോലെ ഒരു നടനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാളുകളിൽ അത് എന്താ പറയുക, ആ കാര്യത്തിൽ കഥയില്ല എന്നൊരു ധാരണ വന്നാൽ പോലീസിനും ഗവൺമെന്റ് ക്ഷീണമല്ലേ. അപ്പോൾ സ്വാഭാവികമായും പോലീസ് അതിനുമായി തെളിവ് മാക്സിമം ശേഖരിക്കാൻ ശ്രമിക്കും. അത് അവരുടെ ഭാഗമാണ്.
അപ്പൊ നമുക്കിത് കാത്തിരുന്ന് കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ കാര്യമുള്ളത്, ഇതിനകത്ത് ഹ്യൂമാനിറ്റി ടാസ്ക് എന്ന് പറയാൻ കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു കേസന്വേഷണം അവസാനിക്കാതെ ഗൂഢാലോചന കംപ്ലീറ്റ് ആയെന്ന് പോലീസ് പറയുന്നത് വരെ ദിലീപിന് ജാമ്യം കിട്ടുക എന്നുള്ളത് ഹ്യൂമാനിറ്റി ടാസ്ക് തന്നെയാണ്. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇന്നലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടപ്പോൾ പിന്നീട് വന്ന പല വാർത്തകളും പറഞ്ഞിരുന്നത് ഇത്തവണ ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷ ദിലീപ് തന്നെ വെച്ചു പുലർത്തിയിരുന്നുവെന്നാണ്. സാധാരണ ഇത്തരം ഗൂഢാലോചന കേസുകളിൽ പകുതിയും തെളിയിക്കപ്പെടാതെ പോകുന്നതും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അതിന്റെ ബലത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ടവർ പുറത്തിറങ്ങി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ സജി നന്ദ്യാട്ടൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞതുപോലെ അത്ര വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നോ, അതോ അതിനപ്പുറം കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നു ചെന്ന് സൂക്ഷ്മതയോടുകൂടി നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ജാമ്യം നിഷേധിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ ജാമ്യം കിട്ടാൻ വളരെ പാടുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. എന്താന്ന് വെച്ചാൽ ഇത് രണ്ട് തരത്തിൽ ഇതിനെ എടുക്കാം. ഒന്ന്, ഒരു ദിലീപ് ആണെങ്കിൽ അയാൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം 120(b)യും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് ആ ഗൂഢാലോചന നടത്തി ആരാണോ അതിൻ്റെ എക്സിക്യൂഷൻ നടത്തിയത് ആ എക്സിക്യൂഷൻ നടത്തിയ ഒരാളാണെങ്കിൽ പോലും ഈ ഗൂഢാലോചനക്കാരൻ തന്നെ ചെയ്തതായിട്ട് കണക്കാക്കും. അങ്ങനെ വരുമ്പോൾ പൾസർ സുനിയും കൂട്ടരുമാണ് ഇത് എക്സിക്യൂഷൻ നടത്തിയത്. അവർ അകത്ത് കിടക്കുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടാതിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന സംഗതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലുള്ള ഈ ഗൂഢാലോചന കേസുകളൊക്കെ വരുമ്പോൾ ഫീബിൾ എവിഡൻസ് ആണെങ്കിൽ ഇപ്പോൾ കോടതിക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലാന്ന് കാണുകയാണെങ്കിൽ ജാമ്യം കൊടുക്കാം. ഇവിടെ ഓൾറെഡി എക്സിക്യൂഷൻ നടത്തിയ ആളുകൾക്കെതിരെ ചാർജും കൊടുത്ത് അവർ ട്രയൽ ഫേസ് ചെയ്യുകയാണ്, അണ്ടർ ട്രയൽ പ്രിസണേഴ്സായിട്ട് ഇരിക്കുകയാണ്. ഇവിടെയും ഈ പോക്ക് കണ്ടിട്ട് ആക്ച്വലി ഈ ദിലീപിനെതിരെയുള്ള ചാർജും അവർ എത്രയും പെട്ടെന്ന് പോലീസ് കൊടുക്കുകയും അയാളെ കസ്റ്റഡിയിലിട്ട് തന്നെ ട്രയൽ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്, ജാമ്യം കൊടുക്കാതെ. ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ അന്ന് ദിലീപിനെ ഏതാണ്ട് 12.5 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴൊപ്പം ഉണ്ടായിരുന്ന നാദിർ ഷായെ കുറിച്ച് പിന്നീട് വിവരങ്ങളില്ല. ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണി ഒളിവിലാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി പൂർണ്ണമായിട്ട് വിവരങ്ങൾ കിട്ടുന്നതിന് ഇപ്പോൾ പോലീസ് ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അപ്പുണ്ണിയുടെ കാര്യത്തിലും നാദിർ ഷായുടെ കാര്യത്തിലുമൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി ഒരു നിർഭയ സംഭവത്തെക്കാൾ പ്രഹരശേഷിയുള്ള ഒരു ബോംബായിട്ട് ഇത് മാറുമായിരുന്നു, ദൈവത്തിൻ്റെ കൈ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നതോടെ ആ നടിയെ കേവലം ഈ തരത്തിൽ ഉപദ്രവിക്കുക മാത്രമല്ല മറ്റു പല ഉദ്ദേശങ്ങളും അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതിനൊക്കെ ഒരു വ്യക്തമായ തെളിവ് സ്വരൂപിച്ച ശേഷമായിരിക്കുമോ പ്രോസിക്യൂഷൻ ഇതുപോലൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക? നിർഭയ കേസിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ളൊരു സംഭവമായി മാറുമായിരുന്നു എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് അർത്ഥമാക്കുന്നത്? ഇല്ല, എനിക്ക് അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തത വരുന്നില്ല. എന്തായാലും അത് 2 ദിവസം കൊണ്ട് മനസ്സിലാവും എന്താണെന്ന്. പക്ഷേ ഇതിനകത്ത് നേരത്തെ നിഷാദ് പറഞ്ഞു, ഞാൻ ആദ്യം ഈ കേസിന് സ്വല്പം സംശയം പഠിപ്പിച്ചു. ഞാൻ ആദ്യം മുതൽ ഈ ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അന്ന് മുതൽ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞതാണ്. അതിനകത്ത് കാരണം ഇതിനകത്ത് ശക്തമായ ഒരു മോട്ടീവുണ്ട്. അത് ആദ്യം മുതൽ ആ മോട്ടീവ് തന്നെയാണ് അന്ന് ചാനലിൽ കൂടെ പല ചാനലിലും പറഞ്ഞ മോട്ടീവ് തന്നെയാണ് ഈ കോടതിയിൽ ആർഗ്യുമെൻ്റ് സമയത്തും ഹൈക്കോടതിയിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ആ മോട്ടീവ് തന്നെ ഒരു വിക്ടീമും ഉണ്ട്, മഞ്ജു വാര്യരുമുണ്ട്. മതിയല്ലോ, ആ 2 പേരും മതിയല്ലോ. പ്രഗത്ഭനായ നമ്മുടെ വക്കീൽ എൻ്റെ സുഹൃത്ത് ശാസ്ത്രമംഗലം അജിത്ത് അതേപ്പറ്റി എന്ത് പറയുന്നത് ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. കാരണം മോട്ടീവ് സെക്ഷൻ 8 മോട്ടീവ് വളരെ സ്ട്രോങ് ആണ് ഈ കേസിലേക്ക്. അതിനകത്ത് അവർ 2 പേരും മതിയെന്നാണ് വേറെ ഒരു ആവശ്യമില്ല ഇതിനകത്ത്. കൃത്യമായിട്ട് അവരത് പറയും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനി ഈ ഒരു അഡ്വക്കറ്റിൻ്റെ പ്രതീഷ് ചാക്കോ ഉണ്ട്. അദ്ദേഹം ദയവായിട്ട്, ഞാൻ പല ചാനലിലും പറഞ്ഞു, അദ്ദേഹം ദയവായിട്ട് ആ സാധനം അങ്ങ് കൊടുക്കണം. ഈ പൾസർ സുനി നേരത്തെ ഇത് ആറ്റിൽ കളഞ്ഞു, തോട്ടിൽ കളഞ്ഞു, കായലിലൊക്കെ തപ്പിച്ച് കുറേ പോലീസിനെ പറ്റിച്ചു. അതിനുശേഷം അയാൾ കറക്റ്റ് ലൈനിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പ്രതീഷ് ചാക്കോയുടെ അവിടുന്ന് പൾസർ സുനി കൃത്യസമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ബാഗും എല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണും ആ ക്ലിപ്പിങ്ങും കിട്ടുന്നതാണ്. അത് കിട്ടിയില്ല, അത് നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദയവായി ഇത് അങ്ങോട്ട് കൊടുക്കുക.
കാരണം ഒരു ചെറിയ ഒഫൻസിനാണ് ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വലുതാകരുത്, 120B പോകരുത്. അതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം നീളുമോ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇത് കൊടുത്തില്ലെന്ന് വിചാരിച്ചാൽ കൊടുത്ത് കിട്ടി പോലീസ് ഇത് കണ്ടെടുത്തില്ലെങ്കിൽ 173(8) എന്ന് CRPC കിടക്കുന്ന അത് ഓപ്പണാണ്. അത് ഈ ചാർജ് ദിലീപിൻ്റെ പേര് ചാർജ് കൊടുത്താലും അത് ഓപ്പണായിട്ട് തന്നെ കിടക്കും. വീണ്ടും ഇത് ഓപ്പൺ ചെയ്യും. അതിനൊരു റിസ്ക്. അത് ഇനി ഇതിനകത്ത് ബന്ധപ്പെട്ടവർ ആരൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും ശരി, ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ഇനിയും പോലീസ് 173(8) ഓപ്പൺ ചെയ്യും. അതാണ്. അപ്പോൾ അത് വളരെ ഓപ്പണായിട്ട് കിടക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ ആ കുട്ടിക്കെതിരായിട്ട് ഉള്ള ചില വീഡിയോ ക്ലിപ്പിംഗ് കുറേ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രൈമറി എവിഡൻസ് തന്നെയാണ്. കാരണം അത് ഇലക്ട്രോണിക്സ് ഡിവൈസസിന് അതേ സാധനം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി ഈ തൊണ്ടി സാധനം, അതായത് ഈ മൊബൈൽ ഫോണും ഇനി അതിൻ്റെ ഒറിജിനൽ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരില്ല. സെക്ഷൻ 9ഉം 10ഉം ഞാൻ പലയിടത്തും പറയുന്നുണ്ട്. ശാസ്ത്രമൂല അജിത്തിന് അതറിയാം. 9ഉം 10ഉം കിടപ്പുണ്ട്. അതിനകത്തൊരു സാക്ഷ്യമൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. 9ഉം 10ഉം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത്. ഇത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ജാമ്യം കിട്ടില്ല. രണ്ടാമത് ജുഡീഷ്യൽ കസ്റ്റഡി തന്നെ ഇത് ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും ദിലീപ്. ഇതിനകത്ത് ഇനി ഈ ദിലീപിനും ഈ അതുപോലെ നമ്മുടെ പൾസർ സുനിയുടെ ഇടയ്ക്ക് ഒരു വൻ സ്രാവ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദിലീപ് ഒന്നെങ്കിൽ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ പൾസർ സുനി പറയും. അത് പോലീസിനടുത്ത് പറഞ്ഞുകൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കൊട്ടേഷൻ കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വീഡിയോ ക്ലിപ്പിങ് ഒരാളെ കൊടുത്തിട്ടാണ് അത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത്. അത് സേഫായിട്ട് ഇരിപ്പുണ്ട്. അത് കണ്ടെടുക്കാൻ പോലീസ് പരിശ്രമിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കണ്ടെടുക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇല്ലെങ്കിലും ഈ കേസിൻ്റെ അന്വേഷണത്തിന് അതൊരു അപാകതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശാസ്ത്രമൂലം അത് എന്ത് പറയണം നമുക്കിപ്പോൾ നോക്കാം. അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് നോക്ക്. കാരണം 9ഉം 10ഉം പോരെ നമുക്ക്. ഇനി വേണോ നമുക്ക് മോട്ടീവ്, അല്ലെങ്കിൽ മോട്ടീവല്ല 120B പ്രൂവ് ചെയ്യാനായിട്ട്? സെക്ഷൻ 9ഉം 10ഉം പോരെ എന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കിക്കളാം. അഡ്വക്കേറ്റ് അജിത് കുമാർ, ഇനി എൻ്റെ ചോദ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഈ കാര്യത്തിൽ. അല്ല, ഇതിനകത്ത് ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് സാധാരണ ഈ കേസിനകത്ത് നിരത്തിയിട്ടുള്ള പല ഫാക്ടേഴ്സും കായംകുളം വാൾ പോലെയാണ്. പ്രോസിക്യൂഷൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്രതിഭാഗത്തിന് ഉപയോഗിക്കാം. ഇരുവശത്തേക്കും വെട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫാക്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഏത് തരത്തിൽ വിസ്താര സമയത്ത് വരും. ഈ ഫാക്റ്റ് ഡീപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ സാക്ഷികളായിട്ട് കോടതിയിലെത്തും, ആ സാക്ഷികളൊക്കെ പോലീസ് ആവശ്യപ്പെടുന്ന രീതിയിൽ മൊഴി കൊടുക്കുമോ, അവരുടെയൊക്കെ 164 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യുമോ? ഇനി അഥവാ 164 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള ഒരു സംഗതി അതിനകത്ത് ഉണ്ടാകുമോ? ഇനി അഥവാ അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ ട്രയൽ കോടതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലാർജായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനായിട്ട് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ ഇൻഫൻസി സ്റ്റേജിലാണ്. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഒരു കോടതി ഒരു ഓർഡർ പാസ്സാക്കുന്നതെന്ന് പറയുന്നത് ഒരു കേസിൻ്റെ വളരെ ഇൻഫൻസി സ്റ്റേജിലാണ്. ആ കേസിൻ്റെ ഡിസിഷനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ISRO ചാരക്കേസ് തന്നെയാണ്. ISRO ചാരക്കേസിനകത്ത് ബെയിൽ ആപ്ലിക്കേഷൻസ് എല്ലാം തള്ളിയിരുന്നു. അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ബെയിൽ ആപ്ലിക്കേഷൻസിനകത്തൊക്കെ ശക്തമായിട്ടുള്ള ഉത്തരവുകൾ വന്നിരുന്നു. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒബ്സർവേഷൻ വന്നിരുന്നു. എന്നാൽ തന്നെ ആ കേസ് പുകയായിട്ട് പോയി. അതുപോലെ തന്നെ കണ്ടെയ്നർ സന്തോഷിനെതിരെയുള്ള കേസ് 7ഓ 8ഓ പ്രാവശ്യം അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ പല ജഡ്ജസ് കൺസിഡർ ചെയ്തു. അവസാനം ട്രയലിന്റെ അവസാനം വരെ അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ. അല്ല, അഡ്വക്കേറ്റ് അജിത് കുമാർ, താങ്കൾ ഈ പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ ഇതുപോലെ ഉള്ള ഒരു ഗൂഢാലോചന കേസുകളിൽ അഡ്വക്കേറ്റ് അജിത് കുമാർ സാധാരണ നിലയിൽ ഇത്തരം ഗൂഢാലോചന കേസുകളിൽ സ്വാഭാവികമായി തന്നെ ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിന് സാക്ഷിമൊഴികളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും ഒക്കെയാണ് അടിസ്ഥാനമായി നിൽക്കാറുള്ളത്. കേസിൽ ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ ദിലീപിന് പങ്കുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് കോടതിയെ ചെന്നെത്തിപ്പിച്ച അതിനെ ആധാരമാക്കുന്ന ചില വസ്തുതകളുണ്ട്. കൊച്ചിയിലെ ഹോട്ടലിൽ ഉൾപ്പെടെ 5 ഇടങ്ങളിൽ ദിലീപ് പൾസർ സുനിയെ കണ്ടു എന്നത്, അത് പ്രോസിക്യൂഷൻ പറയുന്ന കാര്യം. കൃത്യം നടത്താൻ നിർദ്ദേശിച്ച വൻ തുക വാഗ്ദാനം ചെയ്തത് ഹോട്ടൽ മുറിയിൽ വെച്ചാണെന്ന് പറയുന്നു. അവിടെ ദിലീപിന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തതിന് ഹോട്ടൽ രേഖകളുണ്ട്. 5 ഇടത്ത് പ്രതികൾ എത്തിച്ചു എന്നതിന് മൊബൈൽ ടവർ ഉണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് 2017 ഏപ്രിൽ 20 ദിലീപ് ഒരു പരാതി നൽകിയിരുന്നു. അത് തൻ്റെ പേര് ഈ പൾസർ സുനി വെളിപ്പെടുത്തിയത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള സൂത്രമായിരുന്നു എന്ന് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഈ കത്ത് ഭീഷണിയുടെ സ്വരത്തിലുള്ളതോ ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വഭാവമുള്ളതോ അല്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ മൊബൈൽ ടവറുകളും നിർണായകമായ ഫോൺ രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് ഈ സാഹചര്യ തെളിവുകളെല്ലാം ഒന്നുകൂടി ബലപ്പെടുത്തിയാണ്
കോടതിക്ക് മുന്നിലേക്ക് പോലീസ് എത്തിച്ചിരിക്കുന്നത്. അതിനെ ആശ്രയിച്ചും അതിന് വിശ്വാസം നൽകിയുമാണ് ഹൈക്കോടതി ഇന്നലെ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. അതിന് പുറമെയാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ 164 സ്റ്റേറ്റ്മെന്റും പൾസർ സുനിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് മാറ്റിവെച്ചാൽ തന്നെ ഇതെല്ലാം വളരെ നിർണായകമല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, ഇത് ഈ ഗൂഢാലോചനയെ പറ്റി ഈ നിരത്തിയിട്ടുള്ള ഈ പോയിന്റ്സ് എല്ലാം തന്നെ കായംകുളം വാള് പോലെയാണ്. അത് പ്രോസിക്യൂഷൻ അനുകൂലമാകാം, പ്രതിഭാഗത്തിന് അനുകൂലമാകാം. ആ തെളിവുകളെ ഏതെല്ലാം രീതിയിൽ കോടതിയുടെ വിസ്താര സമയത്ത് കൊറാബറേഷൻ വരുന്നുണ്ട് എന്നുള്ളതിന് അടിസ്ഥാനമായിട്ടിരിക്കും. അല്ലാതെ അത്തരത്തിലൊരു ഫാക്ട് ഉള്ളത് കൊണ്ട് അത് ഇത്തരത്തിലൊരു ഒരു കൺക്ലൂഷനിലേക്ക് മാത്രമേ ലീഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക? നിഷാദ്, ഇതിപ്പോൾ യുക്തിക്ക് നിരക്കുന്ന പോയിന്റ് അല്ല. നിഷാദ്, ഇപ്പോൾ ഈ സംഭവം തന്നെ ഇത് പൊതുസമൂഹത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ അതിന്റെ ഗൗരവം നിലനിൽക്കുമ്പോൾ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയ്ക്കകത്ത് നടക്കുന്ന അധോലോകത്തിന്റെ അല്ലെങ്കിൽ അന്തർനാടകങ്ങളുടെ ഇതുപോലെയുള്ള അപകടകരമായ ഇടപെടലുകളുടെ ഒക്കെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇതിൽ കണ്ണി ചേർക്കപ്പെടാൻ പോകുന്നവർ, നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ പ്രമുഖരായ സിനിമാക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെയെല്ലാം പേരുകളും അറസ്റ്റും ഒക്കെ ഒന്നൊന്നായി വരുമ്പോൾ സിനിമയിൽ നിന്ന് കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ഈ വാർത്തകളെ പൊതുസമൂഹം കാണുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിനെ കുറെ കൂടി സങ്കീർണമാക്കുന്നില്ലേ? തീർച്ചയായിട്ടും സങ്കീർണമാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഇനി വരാൻ പോകുന്ന അറസ്റ്റുകൾ സിനിമാക്കാരുടെ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിൽ ഒരു കറുത്ത അധ്യായം തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വേദനാജനകമാണ്, യാതൊരു സംശയവും വേണ്ട. ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്യാൻ മനസ്സുകൊണ്ട് നടക്കുന്നവരെയൊക്കെ ഈ രംഗത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാ സംഘടനകളും കുറച്ചും കൂടി ജാഗരൂകരാകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, എന്താണ് ഇനി ഈ കേസിൻ്റെ ഭാവി? എന്താകും ഈ കേസിൻ്റെ ഭാവി? ഉദാഹരണത്തിന് ഇപ്പോൾ ഇനി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ പോകുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ. അങ്ങനെ ഇനി മുകൾ ഉന്നത നീതിപീഠത്തിലേക്ക് അഭയം ആശ്രയിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് പോലീസ്. അന്വേഷണത്തിന് ഇനിയും സമയം ആവശ്യമാണെന്ന നിലപാട് പോലീസിനുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ കേസിൽ നടക്കാൻ സാധ്യതയുള്ളത്? ഇനി എത്രയും പെട്ടെന്ന് പോലീസ് അവരുടെ അന്വേഷണം പൂർത്തിയാക്കി എല്ലാ തെളിവുകളും വളരെ ഭംഗിയായി കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കൊണ്ടുവരികയും അത് കൃത്യമായിട്ട് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഒട്ടും പാളിച്ച പറ്റാതെ അന്വേഷിച്ച് അത് കൊടുക്കുകയാണ് പോലീസ് ഉടനെ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന്, കൂടുതൽ താമസം ഇല്ലാതെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ തന്നെ ട്രയൽ ഇമ്മീഡിയറ്റ്ലി നടത്താൻ പറ്റും. എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തുന്നോ അത്രയും പെട്ടെന്ന് അത്രയും നല്ല രീതിയിൽ ആ തെളിവുകളുടെ ക്വാളിറ്റി കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഡിലേ ഡിഫീറ്റ് ജസ്റ്റിസ് എന്നാണല്ലോ. അപ്പോൾ ഡിലേ ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് അത് നടത്തുക എന്നുള്ളതാണ്. പിന്നെ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയാൽ പോലും ഇതിനകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമ്യം സുപ്രീം കോടതി കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. ആത്മഹത്യാപരമാണ് സുപ്രീം കോടതി പോയാൽ. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇതിൽ ഇതുവരെ കേരള പോലീസിന്റെ റോൾ അത് അവർ വിജയകരമായി പൂർത്തിയാക്കി എന്ന് വിലയിരുത്താമോ? തീർച്ചയായിട്ടും അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യൽ കൂടി നടന്നിരിക്കുന്നു. കൂടുതൽ പേർ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് തന്നെ നേരത്തെ സൂചന നൽകിയിരുന്നതാണ്. ഇനി ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യക്തതയുണ്ടാകും. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് അജിത് കുമാർ, അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, ശ്രീ എം എ നിഷാദ്, ശ്രീ സജി നന്ദിയാട്ടി ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സുമായി അഷ്റഫ് ബാലുദൻ. ബൈ.